നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ നാവിന്റെ തുമ്പിൽ അങ്ങനെ വന്നു എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിക്കണ്ട. എന്നെ ദേവൂട്ടിന്ന് വിളിക്കാനുള്ള അവകാശവും അധികാരവും ഒറ്റൊരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. മറ്റാരും അങ്ങനെ വിളിക്കുന്ന എനിക്കിഷ്ടല്ല. ഞാനതിന് അനുവദിക്കുകയില്ല. ഞാനിത് മുൻപും പറഞ്ഞിട്ടുള്ളതാ. ഞാനത് പറയട്ടെ. ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ദേവിക, ഡോക്ടറെ, ഒരു തവണ ഞാൻ ദേവികയെ ദേവൂട്ടിന്ന് വിളിച്ചത് സത്യമാ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചില്ല. എന്താ സിധു ശരിക്കും പ്രശ്നം? പ്രശ്നം ചെറിയൊരു തമാശയാ. ദേവൂട്ടിന്ന് വിളിച്ചു പോയാ അപ്പൊ തന്നെ കണ്ണൂരിട്ടും. ഇതിപ്പോ ദേവൂട്ടി എന്നുള്ളത് വല്ല ചീത്തയാണെന്നോ എന്റെ സംശയം. അത് അല്ല ഡോക്ടറെ, ഞാൻ അങ്ങനൊന്ന് വിളിച്ചു പോയതിന്റെ പേരില് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഏയ്, ദേവിക അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളൊന്നും അല്ല. അയ്യോ അല്ല, അങ്ങനെ പ്രശ്നക്കാരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല പെരുമാറ്റം, നല്ല കൾച്ചർ. ദേവൂട്ടിന്ന് വിളിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇനി അത് വല്ല ഇരട്ടപ്പേരുമാണോ ഡോക്ടറെ? ഏയ്, അതൊരു ചെല്ലപ്പേരല്ലേ സിദ്ധു. അത് വിളിക്കാൻ അർഹതപ്പെട്ട ഒരാളെ കാണും. മറ്റാരെങ്കിലും വിളിച്ചാൽ ദേഷ്യപ്പെടും. അത്രേ ഉള്ളൂ കാര്യം. അച്ഛൻ വിളിക്കുന്ന ചെല്ലപ്പേര് അമ്മ വിളിച്ചാൽ പോലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നല്ലേ? ഓ, അപ്പൊ ദേവികയുടെ അച്ഛൻ വിളിക്കുന്ന പേരായിരിക്കും ദേവൂട്ടി എന്നതല്ലേ? എനിക്കറിയത്തില്ല. ഇനി ദേവികയെ കാണുമ്പോ ചോദിച്ചു നോക്ക്. അയ്യോ വേണ്ടായേ. അല്ലെങ്കിൽ തന്നെ ആ നോട്ടം കാണുമ്പോ എന്റെ ഹൃദയമിടിപ്പിന്റെ വേഗം ഇരട്ടിയാവും. കടം കിട്ടിയൊരു ഹൃദയമല്ലേ സർ? ഒരുപാട് പ്രഷർ താങ്ങാൻ പറ്റില്ലല്ലോ. സുധേട്ടാ, ആ സിദ്ധാർത്ഥൻ അയാൾ എന്നെ എന്തിനാ ദേവൂട്ടിന്ന് വിളിക്കുന്നത്? അയാൾ എന്റെ പിന്നാലെ നടക്കുന്ന പോലൊരു തോന്നല്. അത് പറഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ എനിക്കറിയില്ല. അയാളല്ലല്ലോ നടക്കുന്നത്, ഞാനല്ലേ. നിന്റെ പിന്നിൽ നിന്ന് കേൾക്കുന്നത് ആരുടെയും മിതിയടിയുടെ ഒച്ചയല്ല, എന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദമാണ്. ആരെങ്കിലും നിന്റെ പിന്നാലെ വരുന്നു എന്ന് തോന്നിയാൽ അത് ഞാനാണ് ദേവൂട്ടി. എന്താ സുധേട്ടാ ഇത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. അളിയ, കടം വാങ്ങിയ പൈസ ഉടനെ ഞാൻ തിരിച്ചു തരും. ഇപ്പൊ 3 പേരോട് അവധി പറഞ്ഞതേ ഉള്ളൂ. അളിയൻ കൂടെ ടെൻഷൻ ആക്കരുത്, ഞാൻ തരും. അതൊന്നും അല്ല അളിയ. എന്നാ മോനെ കാപ്പി? അളിയൻ എന്താ പറയാൻ വന്നത്? അളിയൻ ഈ പ്രേതങ്ങളിലും ആത്മാക്കളിലും ഒക്കെ വിശ്വാസമുണ്ടോ? നേരത്തെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പ്രേതങ്ങളിൽ വിശ്വാസം വന്നളിയ. പ്രേതവും യക്ഷിയൊക്കെ ഉണ്ടളിയ. അറുകൊല മാടിനും മറുതയൊക്കെ ഉണ്ടടാ. എന്റെ പൊന്നളിയ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുക. ചോദിക്കളിയ. അളിയ, എന്റെ ഉള്ളിലിരിക്കുന്നത് വേറൊരാളുടെ ഹൃദയമല്ലേ? അതെ, ബെൻസിന്റെ ഉള്ളിൽ BMW എഞ്ചിൻ. ആ ഹൃദയത്തിന്റെ ഉടമയുടെ ശരീരം കത്തിച്ചാമ്പലായിട്ടും ചിതാഭസ്മം നാളെ കടലിൽ ഒഴിക്കിയാലും ബാക്കി നിൽക്കുന്നത് ഈ ഹൃദയമല്ലേ അളിയ? അതെ. അപ്പോ ഈ ഹൃദയത്തിന്റെ ബാക്കി ജോലികള് ഞാൻ ചെയ്യേണ്ട അളിയ? നിനക്കെന്തോടെ ഭ്രാന്താണോ?
അളിയ നമ്മൾ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിൽ പോയാലേ വണ്ടികളുടെ പാർട്സ് കിട്ടും. അത് മേടിച്ച് നമ്മുടെ വണ്ടികളിൽ വെക്കാം. എന്ന് വെച്ച് നമ്മൾ തുരുമ്പെടുത്ത് പോയ വണ്ടിക്ക് വിലയിടാൻ പോവോ? അപ്പോൾ അളിയൻ കൂടുതലൊന്നും ചിന്തിക്കണ്ട. അളിയന്റെ ഉള്ളിലിരിക്കുന്നത് അളിയന്റെ ഹൃദയം തന്നെയാണ്, അല്ലെങ്കിൽ അളിയൻ അവകാശപ്പെട്ട ഹൃദയം. അളിയ, കിണറ്റിലിരിക്കുന്ന മോട്ടോറിന്റെ കമ്പനി നെയിം നോക്കിയിട്ടാണോ നമ്മൾ വെള്ളം കുടിക്കുന്നത്? അല്ലല്ലോ. അത് അവന്റെ ജോലി, അവനത് ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയേ ഉള്ളൂ. മനോഹരേട്ടാ, ചായ. അച്ഛനെന്താ രാവിലെ ഈ ബില്ലൊക്കെ ആയിട്ട്? മോളെ, ഞാൻ ഈ മാസത്തെ വരവ് ചെലവ് കണക്കൊന്ന് കൂട്ടി നോക്കുവായിരുന്നു. ഓ, ഒന്നും അങ്ങോട്ട് ടാലി ആകുന്നില്ല. ആ, അച്ഛൻ അധികത്ത ഞാൻ നോക്കട്ടെ. ആ പാർവതി, ഇന്നലെ ഡോക്ടർ വിളിച്ച കാര്യം മോളോട് പറഞ്ഞായിരുന്നോ? ഇല്ല. മോളെ, ഇന്നലെ രാത്രിയില്ലേ എന്നെ നിരഞ്ജൻ ഡോക്ടർ വിളിച്ചായിരുന്നു. ആണോ? എന്നിട്ട് എന്താ പറഞ്ഞാ? ആ പലിശക്കാരന് കൊടുക്കാനുള്ള കാശിന്റെ കാര്യത്തിലേ ഒരു ടെൻഷൻ വേണ്ടെന്ന് എന്നോട് പറഞ്ഞത്. നിരഞ്ജൻ ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞാ പിന്നെ പേടിക്കാനില്ല അച്ഛാ. ഡോക്ടർ അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ പിന്നീട് ആലോചിച്ചപ്പോ എനിക്കെന്തോ ഒരു നാണക്കേട് പോലെ. ജയശങ്കർ സാറും അക്ഷര മാഡം ഒക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അത് മൂക്കൊരു കുറച്ചിലല്ലേ? ഓ, ഒരു കുറച്ചിലും ഇല്ല. നിരഞ്ജൻ ഡോക്ടറും ജയശങ്കർ സാറും ഒക്കെ മനുഷ്യപ്പറ്റുള്ളവരാ. മറ്റുള്ളവരുടെ കഷ്ടപ്പാടൊക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടല്ലേ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞത്. അത് മോള് പറഞ്ഞതാ ശരി. എങ്ങനെയെങ്കിലും ആ പലിശക്കാരനെ ഒഴിവാക്കണം. ഒരു മനസാക്ഷി ഇല്ലാത്ത അയാളുടെ മുൻപിൽ നാണം കെട്ട് നിൽക്കുന്നതിലും എത്രയോ ഭേദം ഇത്. അച്ഛൻ ഇതൊരു കടമായിട്ട് കണ്ടാ മതി. നമ്മൾ എങ്ങനെയെങ്കിലും ഡോക്ടറുടെ പണം തിരിച്ചു കൊടുക്കും. പിന്നെ ഒരു സാവകാശം കിട്ടുമല്ലോ. നമുക്ക് ആലോചിച്ച് വേണ്ട എന്താന്ന് വെച്ചാ ചെയ്യാം. അപ്പം നിരഞ്ജൻ ഡോക്ടർ വിളിക്കുമ്പോ പോവല്ലേ? പോയി നിരഞ്ജൻ ഡോക്ടറെ കാണണം അച്ഛാ. പിന്നെ ഒരു വലിയ നാണക്കേട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയല്ലേ. നിത്യേ, എന്താ ശരത്തേട്ടാ? എന്റെ നിത്യേ, നീ ഇവിടെ മൊബൈലും കുത്തി ദിവാസ്വപ്നവും കണ്ടോണ്ടിരിക്കാതെ അപ്പുറത്തോട്ട് ചെല്ല്. ഞാനിങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. നീ ഇവിടെ നേരെ നോക്കിയിരുന്നു. അവിടെ നമുക്കെതിരെ എന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട്. എന്ത് ഗൂഢാലോചന? ഞാൻ വ്യക്തമായിട്ടൊന്നും കേട്ടില്ല. പക്ഷേ നിരഞ്ജൻ ഡോക്ടറുമായി ചേർന്ന് നമുക്കെതിരെ എന്തോ ഒരു കെണി ഒരുക്കിയിട്ടു. അടുത്ത ദിവസം തന്നെ എവിടെയോ പോണോന്നൊക്കെ പറയുന്ന കേട്ടു. ഇനി നമ്മുടെ കല്യാണം മുടക്കാനുള്ള വല്ല പ്ലാനും ആണോ ശരത്തേട്ടാ? പിന്നല്ലാതെ. നിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ ആ ദേവിക എന്തും ചെയ്യും. നിന്റെ അച്ഛനും അമ്മയ്ക്കും അതൊന്നും മനസ്സിലാവുന്നില്ല. അതാ എന്റെ വിഷമം. എന്താ കാര്യമെന്ന് ഞാൻ ചെന്ന് ചോദിക്കാം. അത് വേണ്ട. നേരിട്ട് ചോദിച്ചാല് അവർ സമ്മതിക്കുവോ? നീ തഞ്ചത്തില് അമ്മയോട് ചോദിച്ചാൽ മതി. എന്ന് ശരത്തേട്ടനും വാ. ഞാനിപ്പോ വരാം. നീ ആദ്യം ചെല്ല്. എന്റെ തലവര തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു ചെറിയ അല്ലല്ല ഒരു വലിയ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അത് കൈയോടെ നിന്റെ അച്ഛനെ ഏൽപ്പിക്കണം. പാർവതി നിർത്തി അവിടെ. അവള് ശരത്തിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയതാ. അയ്യോ പാവം, അത് ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കാവും.
ശരത്തുമോൻ കഴിക്കാൻ വരുന്ന പാടെ നീ ഓരോന്ന് പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കരുത്. മറ്റു ചിലര് അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. മുത്തശ്ശി എന്നെ ഉന്നം വെക്കണ്ട. ഞാൻ ആരെയും മനഃപൂർവ്വം വിഷമിപ്പിക്കാറില്ല. ഒരു കുടുംബത്തിന് മൊത്തത്തിൽ വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി സത്യസന്ധമായി എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു.